വേനൽ മഴയുടെ ബാക്കി പത്രമാണ് കേട്ടോ കാട്ടിൽ നിന്ന് മഞ്ഞായിട്ട് പൊന്തുന്നത്. ഇന്നലെ പെയ്ത മഴ കാരണം ഇന്ന് കാട് മുഴുവൻ മഞ്ഞിൽ കുളിച്ച് നിൽക്കായിരുന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വല്ലൂര് കാണാൻ ഇതുപോലെ നല്ല ഭംഗിയാണ് കേട്ടോ. കാടൊന്നും പിന്നെ കാണില്ല. കാട്ടിൽ നിന്ന് ഇങ്ങനെ മഞ്ഞൊക്കെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരുന്നതൊക്കെ ആസ്വദിച്ച് നിൽക്കാനും, പിന്നെ ഇപ്പോൾ ശ്രീകുട്ടനും ഭാഗ്യനൊന്നും നേരത്തെ പോകണ്ടാത്ത കാരണം കൊണ്ടൊക്കെ സമയമുള്ള കാരണം കൊണ്ട് ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാനും പറ്റി. നമുക്ക് എന്നാൽ പിന്നെ ഒന്ന് അടിച്ചു വാരിയാലോ. മഴയത്ത് അടിച്ചു വാരുമ്പോൾ ആ മണ്ണിൻ്റെ മണം അങ്ങനെ വരില്ലേ, ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ചില മണങ്ങൾക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഇതിനാണ്. ഈ ഒരു മണം അടിപൊളിയാണ് എടാ. നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. ഇന്നലെ 3 മണി തൊട്ട് ഭയങ്കര മഴയായിരുന്നു നമ്മുടെ കൃഷിക്കൊക്കെ ഭയങ്കര ഗുണമായിട്ടാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ നേരം വെളുത്തിട്ട് പറമ്പിലൊക്കെ ഒന്ന് പോകാൻ പോവുകയാണ് നമ്മൾ. ഇവിടെയൊക്കെ ഇന്നലെ ആകെ മൂടിക്കെട്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ പറമ്പിൽ കുറച്ച് ചീരയൊക്കെ ഉണ്ട്. കുറച്ച് ചീരയൊക്കെ മുറിച്ച് പണിക്കാരൊക്കെ വാഴയ്ക്ക് വളമിടുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള കഞ്ഞിക്കുള്ള ഒരുക്കങ്ങളിലൊക്കെയാണ് ശ്രീ. അപ്പോൾ കുറച്ച് ചീര മുറിക്കാൻ പറഞ്ഞു. ചീര ഉപ്പേരിയാണ് ഇന്നത്തെ. അപ്പോൾ അത് മുറിക്കാൻ പോകാം നമുക്ക്. ചീര നമ്മുടെ പറമ്പിൽ വീണ്ടും മുളച്ചുകൂട്ടാ. വാഴയുടെ കടക്കുണ്ടായതൊക്കെ നമ്മൾ ചെത്തിക്കൂട്ടി വളട്ട് ഒക്കെ കഴിഞ്ഞതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നാനയുണ്ടല്ലോ, അത് കാരണം ചീര വീണ്ടും മുളച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴ പെയ്ത കാരണം ഒന്നും കൂടെ തഴച്ച് വളരും. എന്തായാലും പോയി കാണാം നമുക്ക്. കഥ കണ്ടോ, രണ്ടാമത് ഉണ്ടായി തുടങ്ങിയിട്ടാ. ഉണ്ടായി മൂത്തു തുടങ്ങി. ഒരു സെക്ഷനൊക്കെ ഉണ്ടായി പഴുത്ത് നമ്മൾ കുറേ കഴിച്ചതാണ്. ഇപ്പോൾ ദേ കണ്ട ഇതൊക്കെ കഴിഞ്ഞതാണ്. അതിപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ ദേ കുറേ ഉണ്ടായി. ആ സമയത്ത് ചെറുതായിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ വലുതായി തുടങ്ങിയിട്ടുണ്ട്. കടയ്ക്ക് തന്നെയാണ് കേട്ടോ ചക്ക ഉണ്ടാവണം. അത് കാരണം ആദ്യം സഹായം വേണ്ട നമുക്ക് ചക്ക ഇടാനായിട്ട്. താഴത്തേക്ക് പോയാൽ കുറേ ചീര നിൽക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് പിന്നെ കാണിക്കാം. കാരണം ഇപ്പം എനിക്ക് നേരില്ല, കുറച്ച് പണികളുണ്ട്. അപ്പോൾ അത് കാരണം ഏറ്റവും അടുത്തുള്ളത് കുറച്ച് മുറിക്കുക. വാഴയുടെ തടത്തിൽ നിറച്ച് ചീര മുളച്ചൊക്കെ വേണ്ട. നമ്മൾ നനയ്ക്കുക മാത്രമേ ചെയ്യണുള്ളൂ. അത് നട്ടതൊന്നുമല്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കൃഷി ചെയ്താൽ പിന്നെ ഇതിൻ്റെ പൂവ് ഇങ്ങനെ കൊഴിഞ്ഞ് വിത്ത് കൊഴിഞ്ഞ് ഇങ്ങനെ എല്ലാ വർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കും നന ചെല്ലുമ്പോൾ. അപ്പോൾ അത് ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു സെക്ഷൻ നമ്മൾ കഴിഞ്ഞിട്ട് വളരുന്ന സമയത്ത് ഇത് ഇപ്പോൾ ഇവിടെ താഴത്തേക്ക് ഇറങ്ങിയാൽ കുറേ ഉണ്ട് മുരിങ്ങ. ഇത് മുരിങ്ങക്കായക്കാരനെ വിളിച്ചേ കുറച്ച് മുരിങ്ങക്കായ കൊടുത്തയക്കട്ടെ എന്ന് ചോദിച്ചാൽ ഒല്ലൂരുന്ന്. അപ്പം മുരിങ്ങയായി പോയി. ഇത് ചീര മുരിങ്ങയായി. അപ്പോൾ ധാരാളം ഉണ്ട്. തടത്തിൽ കണ്ട നമ്മൾ വെറുതെ നനയ്ക്കുന്നുള്ളൂ. നനയ്ക്കുന്ന സമയത്ത് ഇതിങ്ങനെ മുളച്ചു വരും. അപ്പോൾ ഒരു സെക്ഷൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാഴ വെച്ചപ്പോൾ എല്ലാം ചെത്തിക്കളഞ്ഞ് കുറേ കടയിൽ കൊണ്ട് കൊടുത്തു. ചെത്തിക്കളഞ്ഞ് വളട്ട് മണ്ണൊക്കെ ഇറക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും നനച്ചപ്പോൾ രണ്ടാമത് മുളച്ച് ഇങ്ങനെ തഴച്ച് വളർന്ന് വരിക. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാൽ അത് മുറിച്ച് കടയിലേക്ക് കൊണ്ടുപോകണ പ്രായമാവട്ടെ, പെട്ടെന്നാവും. വീണ്ടും ചെത്തിക്കൂട്ടും. വളരുന്ന സമയമാകുമ്പോൾ വീണ്ടും ചെത്തിക്കൂട്ടും. അപ്പോൾ അതിനിടയിൽ നമുക്ക് ഈ വളത്തിനുള്ള പൈസ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചീര കൊടുത്താൽ തന്നെ നമുക്ക് കിട്ടും. നമുക്ക് കടയുള്ള കാരണമാണ് കേട്ടോ. ഇത് മതിയാ. പ്ലാവിൻ്റെ കടക്കിലേക്ക് വന്നപ്പോഴേ നമുക്കൊരു ഇടിയൻ ചക്ക തിന്നാൻ മോഹം. അപ്പോൾ ഇടിയൻ ചക്ക ആക്കാന്ന് വെച്ചു ഇന്നത്തെ ഉപ്പേരി. അടിപൊളി. ഒരെണ്ണം മതിയാ? അത് ചെറുതൊരെണ്ണം കൂടെ വേണം. പണിക്കാരുള്ളതല്ലേ. സെറ്റാക്കിയല്ല. അങ്ങനെ ചില ദിവസങ്ങളിൽ കാലത്ത് 7 മണിക്കാണ് അറിയാം ഇന്ന് വാഴയിൽ ചേട്ടന്മാർ പണിക്കുണ്ടെന്ന്. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, വീടിൻ്റെ ചുറ്റുള്ളതൊക്കെ തട്ടിക്കൂട്ടി നമ്മളൊരു കഞ്ഞിക്കുള്ളതും ചോറിനുള്ളതൊക്കെ സെറ്റപ്പ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഡാൻസ് ക്ലാസ്സിൽ പോകണ കാരണം കൊണ്ട് വേഗം തന്നെ പരിപാടികളൊക്കെ കഴിച്ചു വെക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചീരയൊക്കെ നുറുക്കി നല്ലൊരു ഉപ്പേരി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നാട്ടുമ്പുറായ കാരണം കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ ഇവിടെ കൃഷിയല്ലേ, ഭാഗ്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് തൊടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടാണ്ടിരിക്കില്ലേ കറി വയ്ക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ നമുക്കിന്ന് ചീര ഉപ്പേരി വെച്ചിട്ട് പിന്നെ ഒരു പപ്പടം കാച്ചിട്ട് ഒരു മോരൊക്കെ തയ്യാറാക്കി ചേട്ടന്മാർക്ക് കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇതെനിക്ക് ഇവിടെ നിർബന്ധപൂർവ്വം ചെയ്യേണ്ട ഒരു പണിയല്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ തൊട്ടടുത്ത് കുറച്ചങ്ങനെ നീങ്ങിയിട്ട് 2-3 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ചേട്ടന്മാർ കഞ്ഞി കുടിക്കാൻ പോവാറാണ് പതിവ്. അഥവാ ഡാൻസ് ക്ലാസ് ഒക്കെ ഉള്ള ദിവസമാണ്, എനിക്ക് എന്തെങ്കിലും ഷൂട്ടിനൊക്കെ പുറത്ത് പോകണം എന്നുള്ള ദിവസങ്ങളിലേ അവർ പുറത്തുനിന്ന് കഞ്ഞി കുടിക്കും, ചോറ് കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ ചോദിക്കും,
മാളൂട്ടിയെ ചോറ് വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. കാരണം നമ്മുടെ ഫുഡ് കഴിക്കാനാണ്, അതായത് ഹോംലി ഫുഡ് കഴിക്കാനാണ് അവർക്ക് കുറച്ചും കൂടി താല്പര്യം. ചില ദിവസങ്ങളിൽ അവിടെ കഞ്ഞി കുടിക്കാൻ ചിലപ്പോൾ പൊറോട്ടയൊക്കെയാണ് കിട്ടുക. അപ്പോൾ അത് കഴിച്ചിട്ട് ഈ വെയിലത്ത് കിടന്ന് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അത് കാരണം കൊണ്ട് നമുക്ക് സൗകര്യമുള്ള ദിവസങ്ങളിൽ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ചീരയിലത്തെ വെള്ളം ഇറങ്ങി വന്ന് നോക്കുന്നത് കണ്ട. ഇന്ന് ഞാൻ നമ്മുടെ കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും മാത്രം അരിഞ്ഞിട്ടിട്ടാണ് ചീര വെച്ചിട്ടുണ്ടായിരുന്നത്. ഉപ്പിട്ട് കൊടുത്ത് ആ ഇലയും തണ്ടുമൊക്കെ ഒന്ന് വേവിച്ചെടുത്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ഒരു നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചീരത്തോര റെഡി ആയിട്ടോ. എന്നോട് ഒരു ആൻറ്റി വന്നപ്പോൾ, നമ്മുടെ ഒരു ആൻറ്റി വന്നപ്പോൾ പറയുണ്ടായി, ഈ ഇലക്കറികളിലൊന്നും നമ്മൾ ഇതിടില്ലേ ശ്രീ എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ എന്താണ് വെളുത്തുള്ളി. ആക്ച്വലി ഞാൻ എല്ലാത്തിലും വെളുത്തുള്ളി ഇടും കേട്ടോ. എനിക്ക് പേഴ്സണലി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത്തിരി ചമ്മന്തിയോ പപ്പടം വറുത്തതോ അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് സെറ്റാവുന്നതാണ് ചേട്ടന്മാരെന്നുണ്ടെങ്കിലും കൂടി നമ്മൾ ഇതാ ഇത്തിരി നമ്മുടെ ഉള്ളിയും നല്ല അടിപൊളി നാടൻ പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് തൈരും വെള്ളമൊക്കെ ഒഴിച്ച് ഇതൊന്നും ഇങ്ങനെ കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ആ കഞ്ഞിയുടെ വെള്ളത്തിനോടൊപ്പം കൂട്ടി ഇങ്ങനെ അങ്ങോട്ട് കുടിക്കാറ്റോ ലാസ്റ്റ് നല്ല രസമാണ്. എന്നിട്ട് ആ വെള്ളം ഉണ്ടാവല്ലോ അവസാനം അത് അങ്ങോട്ട് കോരി അങ്ങോട്ട് വായിലേക്ക് ഒഴിക്കുമ്പോൾ എൻ്റെ സാറേ സ്വർഗ്ഗം കാണുന്നതാണ് ചേട്ടന്മാർ പറയാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ കാലത്തെ മെനു എന്ന് പറയുന്നത്, കഞ്ഞി മെനു. ഇതൊരു 10 മണിയാകുമ്പോഴേക്കും ചേട്ടൻ കഴിക്കാൻ വരും കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ചേട്ടന്മാർ കഴിക്കാൻ വരും. അപ്പോഴേക്കും നമുക്ക് വേറെ അലുത്തുകുളത്ത് പരിപാടികളൊക്കെ ചെയ്യാം. കഞ്ഞി നല്ല തീ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ആറാൻ വേണ്ടി വെച്ചിട്ടുള്ളതാട്ടോ. അപ്പോൾ നമുക്ക് പോയി തുണി തോരട്ടിട്ട് വന്നാലോ. സ്വിമ്മിംഗ് പൂളിൻ്റെ ഈ ഒരു തട്ടുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ തുണികൾ തോരിയിടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ വെള്ളം നിറച്ചിട്ടിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി താഴെ നമ്മൾ നനയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചേട്ടന്മാർ ഓരോരുത്തരായിട്ട് കഞ്ഞി കുടിക്കാൻ വന്നിട്ടുണ്ട്. ചകഞ്ഞിയൊക്കെ ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊക്കെ എടുത്തു കൊടുക്കാം. എനിക്ക് 2 മണിക്ക് ആകുമ്പോൾ ഡാൻസ് ക്ലാസ്സിൽ പോകാനുണ്ടാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇവിടുന്ന് ബസ്സിൽ പോകാമെന്ന്. എനിക്ക് വണ്ടി ഓടിപ്പിക്കാൻ അറിയില്ല എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉള്ള ആളാണ്. കാറും ബൈക്കും ഒക്കെ എടുക്കും. ബൈക്ക് എടുത്തിട്ട് തന്നെയാണ് ഇപ്പോഴും പകുതി ഇടവരെ ബസ് കയറാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഇതുകൊണ്ട് എനിക്ക് ടൗണിലേക്കൊക്കെ പോകാൻ ഭയങ്കര പേടിയാണ് കേട്ടോ എല്ലാവരും പറയുന്നത്. അമ്മയും ഭാഗ്യനും ഒട്ടും സമ്മതിക്കില്ല ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അവർ രണ്ടാളും പറയുന്നത് എനിക്ക് വെപ്രാളം കൂടുതലാണ്, ഞാൻ എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കും, അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ചാലും കാര്യമില്ല ബാക്കിയുള്ളവർ ആരെങ്കിലും കൊണ്ട് ഇടിക്കും. ഞാൻ കുറേ പറഞ്ഞു നോക്കി, നമുക്ക് വിധിയെ തടുക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള കുറച്ച് അഭിപ്രായങ്ങളൊക്കെ ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഉന്നയിച്ചു. പക്ഷേ രക്ഷയില്ലടാ, എങ്ങടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഭാഗ്യം പിന്നെ എല്ലായിടത്തേക്കും വരും കേട്ടോ. വിത്തൗട്ട് ഹെസിറ്റേഷൻ എല്ലായിടത്തേക്കും നമ്മളെ കൊണ്ടെത്തിക്കും. പിന്നെ ഞാനൊന്ന് നിർബന്ധിച്ചാൽ ഓക്കെ പറയാവുന്നതേ ഉള്ളൂ. പക്ഷെ എനിക്ക് നിർബന്ധിക്കാനും കുറച്ച് പേടിയുണ്ട്. എല്ലാത്തിനും നമ്മളങ്ങനെ പിന്നീന്ന് ഒരാൾ താങ്ങാനുള്ളപ്പോഴേ നമ്മളതൊരു തണലായിട്ട് കണക്കാക്കുന്നുണ്ടോ എന്നുള്ളൊരു മടിയും കൂടെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമില്ലാകില്ല കേട്ടോ. അങ്ങനെ നമുക്ക് തുണിയൊക്കെ വിരിച്ചിട്ടിട്ടേ പതുക്കെ ഭാഗ്യൻ്റെ കൂടെ പപ്പക്കായ പൊട്ടിക്കാൻ വേണ്ടി പോവാമെന്ന് വിചാരിച്ചു. പപ്പക്കായും ചക്കയും ഒക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടുപോകണതേ. പപ്പായ വിളവെടുപ്പ് ആരംഭിച്ചു. രമേശേട്ടാ അവിടെ പൊട്ടിക്കുന്നുണ്ട്. അടുത്ത വർഷം നമ്മൾ എന്തായാലും ഈ വർഷകാലം തൊട്ട് വിപുലമായ രീതിയിൽ പപ്പായ കൃഷി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം ഇതാണ് കേട്ടാ. കാരണം കണ്ട അതാണ് കേട്ടാ. കാരണം നമ്മളുടെ ഇവിടുത്തെ മണ്ണിൽ അടിപൊളിയായിട്ട് പപ്പായ ഉണ്ടാവും എന്നുള്ളതിൻ്റെ തെളിവാണത്. നമ്മൾ കാര്യമായ വളങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ പറിച്ച് നമ്മളുടെ കടയിൽ കൊണ്ടുപോയി വെക്കാൻ പോകുന്നതാണ്. നമ്മൾ ഈ ചുറ്റുവട്ടത്തിൽ സ്ഥലത്തിന്റെ അതിർത്തിയിലാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത്. ഉള്ളിലുണ്ട്. ഉള്ളിലത്തെ നനവ് കുറവായ കാരണം ആദ്യം ഇത് 2ാമത്തെ സെക്ഷൻ വെച്ചതാ. ഇതിൻ്റെ ഉള്ളിൽ വാഴയുടെ ഇടയിൽ ഓരോന്ന് വെച്ച് കൊടുത്തായിരുന്നതാണ്. പക്ഷെ അതിപ്പോൾ ഉഷാറായിരുന്നു. നമുക്ക് പൊട്ടിക്കാം. ഈ പ്രായമാകുമ്പോൾ നമ്മൾ പൊട്ടിക്കും. ചെറിയ മഞ്ഞപ്പോൾ വീഴുമ്പോഴേക്കും പൊട്ടിക്കും കേട്ടോ. കാരണം ഇത് ഓവർ പഴുത്ത് കഴിഞ്ഞാലല്ല എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ കറുമുറു കടിക്കുന്ന പ്രായത്തിലാണ് എനിക്ക് ഇത് ഇഷ്ടം. ഈ പറമ്പിലെ ഏറ്റവും വലിയ പപ്പായ ഇതുമ്പോഴാണ് ഉണ്ടാവാറ് കേട്ടോ. ഉണ്ടാ നല്ല വലുപ്പമുള്ളത് 2-2.5 കിലോനോളം തൂക്കം വരും. പപ്പായ മരത്തുമെന്നാണ് നമുക്ക് 7 കിലോ പപ്പായോളം ഇപ്പം ആദ്യം ഈ വിളവെടുപ്പിന് കിട്ടുന്നത് കേട്ടോ. എന്താ അതിൻ്റെ വലിപ്പം കണ്ട. 2-2.200 തൂക്കം വരും. മതിൽ ചാടുന്ന ശ്രീ മോനെ വീഴുണ്ടാട്ടാ. ഞാനിതിലങ്ങോട്ട് ചാടി കിടന്നപ്പോഴേ ആൾക്കും ചാടി കിടക്കാൻ ഒരു മോഹം. ഇങ്ങോട്ട് കിടക്കാൻ സുഖം അവിടെ പാറയില്ല. പപ്പക്കായ പൊട്ടിക്കാനുള്ള എളുപ്പവഴിയാണ്. എളുപ്പവഴിയൊന്നല്ല കേട്ടോ. ഈ കളഞ്ഞാരോഗ്യമുണ്ടെങ്കിൽ നടന്നതിലപ്പുറത്തൂടെ വരെ നടന്നു. പ്രായമായി എന്നുള്ള കാര്യം ഇപ്പോഴൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ആ മതി ഓർമ്മ കിളിക്കുന്നത് ചെറുതാത്.
അപ്പം അത് കഴിഞ്ഞു. ഇതിവിടെ കംപ്ലീറ്റ് നിരപ്പാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു 10-20 കിലോ ഉണ്ടാവും. ഇത്രയ്ക്കാണ് നമുക്കൊന്ന് ആവശ്യമുള്ളൂ. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് അവിടേക്ക് എത്തുള്ളേ. പിന്നെ അടുത്ത സെക്ഷനിൽ പൊട്ടിച്ച് കൊണ്ടുപോകാം. അങ്ങനെ നമുക്ക് നമ്മുടെ കാലത്തെ പൊട്ടിച്ചിട്ടുള്ള ഇടിയനുണ്ടല്ലോ അതും കൂടെ സെറ്റാക്കിയിട്ട് ചേട്ടന്മാർക്ക് ചോറാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഭാഗ്യനെ എന്നെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ ഭാഗ്യനോട്, ഭാഗ്യ പ്ലീസ് എന്നെയും കൂടെ ഡാൻസ് ക്ലാസ്സിലൊന്ന് ഇറക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു എന്നാ പിന്നെ റെഡി ആവ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു ഉപ്പേരിയും കൂടെ 10 മിനിറ്റ് കൊണ്ട് സെറ്റാക്കിയിട്ട് പോവാം. ഇത് കുറച്ചേശം ഇങ്ങനെ ആയുർജാക്കിൻ്റെ കാരണമുണ്ട്, വലിപ്പം അധികം വരില്ല. അത് കാരണം ഇങ്ങനെ ചക്കച്ചുളയൊക്കെ തിരിച്ച് ഇങ്ങനെ ആയി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് ചക്ക, ഈ ഇടിയൻ ചക്ക വെക്കാനായിട്ട് കുറേ മാർഗ്ഗങ്ങളുണ്ട്. ഇളയമൊക്കെ വെക്കുന്നത് അരിഞ്ഞിട്ടാണ് വെക്കുക. അപ്പോൾ നമ്മൾ ഇത്തിരി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ അരിഞ്ഞ് നമ്മൾ കുക്കറിലിട്ട് ഒരു വിസിലടിപ്പിക്കും, ഉപ്പിട്ടിട്ട് വിസിലടിപ്പിക്കും. കത്തിയിലത്തെ നമ്മുടെ ചക്കമുളഞ്ഞീന ഉണ്ടല്ലോ, ഇവിടെ ചക്കപ്പശേനെ ചക്കമുളഞ്ഞി എന്നാണ് നമ്മൾ തൃശ്ശൂർക്കാർ പറയണത്. അതിങ്ങനെ ചൂടാക്കിയിട്ട് ഈ ഒരു തുണി കൊണ്ട് ഇങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കത്തിയൊക്കെ വൃത്തിയാവും കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ തേക്കുന്നേക്കാളും കുറച്ചും കൂടി ഫലപ്രദമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മളിത് അരിഞ്ഞ് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ഇടിയൻ ചക്ക ഉണ്ടല്ലോ അത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ കല്ലിൽ കുത്തിയാലും മതി. ഇതിപ്പോൾ ഈ ആയുർജാക്കിൻ്റെ കാരണം കൊണ്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാനാണ് എളുപ്പം നമുക്ക്. എന്നിട്ട് ഇത് പയറിട്ടിട്ടാണ് നമ്മൾ വെക്കാൻ പോകുന്നത് കേട്ടോ. ഇടിയൻ ചക്ക തോരൻ വെക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പഴയ നമ്മുടെ ആ ഒരു കുട്ടിക്കാലം ഉണ്ടല്ലോ, ഒരു 10-30 കൊല്ലം മുന്നുള്ള കാലം അവിടേക്ക് പോകാറുന്നു കേട്ടോ. ഇടിയൻ ചക്കയുടെ സമയത്തുണ്ടെങ്കിൽ പിന്നെ എല്ലാ വീട്ടിലും ഇടിയൻ ചക്കയാണ്. ഒരു ഇടിയൻ ചക്ക പൊട്ടിക്കും, പിന്നെ 2-3-4 വീട്ടിൽ ഇടിയൻ ചക്ക അന്നത്തെ ഉപ്പേരിയായിട്ടുണ്ടാവുക. അന്ന് അങ്ങനെയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്താണ്, ബാർട്ടർ സമ്പ്രദായമായിരുന്നു. പക്ഷെ അത് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിരുന്നു കേട്ടോ. നമുക്ക് ഒന്നിനും ഒരു അല്ലലോ പട്ടണിയോ ഒന്നും ഫീൽ ചെയ്തില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ ഇത്തിരി കൂട്ടാൻ ഇഷ്ടമില്ലാത്തതാണെങ്കിൽ അവിടെ ഉമ്മർത്തിരുന്നിട്ട് വിളിച്ച് ചോദിക്കും എന്നിട്ട് കൂട്ടാൻ വെച്ചേന്ന്. 2-3 കൂട്ടാനായിട്ട് സദ്യയായിട്ടാണ് അന്ന് നമ്മൾ കഴിച്ചിരുന്നത്. അത് കാരണം കൊണ്ട് അതൊരു നല്ല കാലഘട്ടമായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ കൂടെയൊക്കെ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ, ഡൽസിയാൻ്റെയും ഇളയമയും ഒക്കെ ആയിട്ട് നമ്മൾ. പക്ഷേ അവിടേക്കൊക്കെ എത്തിപ്പെടാനുള്ള മടിയും അതുപോലെ തന്നെ നമുക്കിങ്ങനെ കുറേ അകലെയല്ലേ വീടുകൾ വരുന്നത്. അത് കാരണം കൊണ്ടൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ ആയിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്നാലും സ്പെഷ്യൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഡൽസിയാൻ്റെ ആയാലും ഇളയമ ആയാലും നമ്മുടെ വീട്ടിൽ ഒരു പ്ലേറ്റ് എത്തും കേട്ടോ. അങ്ങനെ പറഞ്ഞിരിക്കില്ല, ഇതാടാ നമ്മുടെ ഇടിയൻ ചക്ക കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉള്ളിയും മുളകും അതുപോലെ തന്നെ വറ്റൽ മുളകും കൂടി മിക്സിയിൽ ഒന്ന് ചതച്ചിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് മുളക് പൊടി ഇത്തിരി ഇട്ട് കൊടുത്ത് നമ്മുടെ വേവിച്ച ഇടിയഞ്ചക്കയും വേവിച്ച നമ്മുടെ ചെറുപയറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വൻപയറും നമ്മൾ ഇടാറുണ്ട്, ഇതിൽ മുതിര ഇടാറുണ്ട്. നാളികേരം ഇടണമെന്ന് നിർബന്ധം ഉണ്ടാവാറില്ല. പക്ഷേ ഇത് നമ്മുടെ ചീരയ്ക്ക് വെച്ച നാളികേരം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ആ കറികളൊക്കെ സെറ്റാക്കി വന്നിട്ടുണ്ട്. ശ്രീകുട്ടൻ ചാമ്പയ്ക്ക് പൊട്ടിക്കാൻ പോയിക്കായിരുന്നു. നമുക്ക് ക്ലീൻ ചെയ്ത് തരാണ് വെച്ച് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് നമുക്ക് കഴുകി തരാം. ഞാൻ തമോവേദാണ് കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു പ്രത്യേകതരം കഥയാണ് അത്. നല്ല രസമുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 2ാമത്തെ വട്ടം അത് കേൾക്കുന്നത് തന്നെ. അതിലത്തെ വിശ്വം നമുക്ക് ആരോഗ്യം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോഴേ മോര് കൂട്ടാൻ വെക്കാന്നാണ് വിചാരിച്ചത്. പിന്നെ നേരമില്ല, എനിക്ക് ഭാഗ്യന് കടയിലേക്ക് എത്തണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചൊരു മുട്ട പൊരിച്ചിട്ട് പിന്നെ നമ്മൾ തൈരും കൂടി സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ചേട്ടന്മാർക്ക് അത് മതി. പിന്നെ ചീരുപ്പേരിയൊക്കെ ബാക്കിയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മുട്ട പൊരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മൾ വേറൊരു വീട്ടിലേക്കോ ജോലിക്ക് പോകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജോലി ചെയ്താണ് നമ്മുടെ ഇവിടുത്തെ മലയോര കർഷകരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ വക കറികളൊക്കെ ആയിട്ട് അവർ അഡ്ജസ്റ്റ് ആവും. മോരുണ്ട്, നമ്മുടെ തോരനുണ്ട്, അതുപോലെ തന്നെ ഉപ്പേരി ഉണ്ട്, പിന്നെ മുട്ട പൊരിച്ചതുണ്ട്, അച്ചാറുണ്ടാവും, നല്ല കടുമാങ്ങ അച്ചാറിട്ട് വെച്ചതുണ്ട്. അപ്പോൾ ചേട്ടന്മാരുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷമാണ് ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോകുന്നത് കേട്ടോ. എന്നും എനിക്കിത് പറ്റാറൊന്നുമില്ല. കുറച്ചൊക്കെ നമ്മുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ സെക്കൻഡ് പ്രയോറിറ്റിയിലേക്ക് പോകാറുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡാൻസ് ക്ലാസ്സിലേക്കൊക്കെ നേരം വൈകിട്ട് പോകണമെന്നുള്ള ദിവസങ്ങളിൽ ഈ വക പരിപാടികളൊക്കെ ചെയ്യും കേട്ടോ. നമുക്കൊരു ഡാൻസ് ക്ലാസ്സിൽ പോകാട്ടോ. ഞാൻ ആക്ച്വലി ഈ ഒരു ബ്ലൗസും നമ്മുടെ ലെഗിൻസും അതിൻ്റെ മുകളിൽ സാരിയാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ എനിക്ക് ഭാഗ്യം പുതിയ 2 ബ്ലൗസ് മേടിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അതും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവിടെ നിറയെ ഇങ്ങനെ സ്ട്രെച്ച് മാർക്കുകളാണ്, നിറയെ സ്ട്രെച്ച് മാർക്കുകളുണ്ട്. അത് കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ സാരി ഉടുക്കുമ്പോൾ ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ആയിരുന്നു. ലിപ്സ്റ്റിക് ഇടാതെ പോലെ തോന്നും എനിക്ക്. പക്ഷെ അതിനോട് അത് എനിക്ക് അത് ആസ് എ മദർ നമ്മുടെ അഭിമാനമായിട്ടുള്ളൊരു പാടാണ് എന്നുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് ഒന്നാമത്തെ സാരി കൊടുക്കാൻ അറിയില്ല. പിന്നെ ഇത്തിരിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് സാരി കൊടുത്താൽ ഭംഗി ഉണ്ടാവില്ല എന്നൊക്കെ ഒരു തോന്നല്. അപ്പം അതൊന്നല്ല പറഞ്ഞു തന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതും ഈ ഒരു ലെഗിൻസുമാണ് നമ്മുടെ സാധാരണ പൊതുവായിട്ടുള്ള, ഇതിൻ്റെ മുകളിലൊരു സാരിയാണ് നമ്മുടെ പൊതുവായിട്ടുള്ള വേഷം. അപ്പോൾ എനിക്ക് പുതിയ 2 ബ്ലൗസ് കിട്ടി. ഇപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അത് കാണിച്ചു തരാമെന്ന്. ഈ ബ്ലൗസ് റെഡിമെയ്ഡ് ഇടുമ്പോൾ ഭയങ്കര സുഖമാണ് കേട്ടോ. നമ്മൾ തയ്ക്കുന്നേക്കാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നമുക്ക് ഭയങ്കര ഫ്ലെക്സിബിളാണ്. അപ്പോൾ ഇതാണ് ഒരു ബ്ലൗസ് കേട്ടോ. തന്നെ
ഇതും കുഴപ്പമില്ല, നല്ലതാണ്. നല്ല അടിപൊളി ഫിറ്റിങ്സ് ഒക്കെ ഭയങ്കര കറക്റ്റാണ്. എനിക്ക് വേണ്ടി തയ്ച്ച പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബ്ലൗസ് എന്ന് പറയുന്നത്. ഇതുമുള്ള ഇത് സംഭവങ്ങളുണ്ടല്ലോടാ, ഇതൊക്കെ പ്രിന്റ് ഇങ്ങനെ എന്താ പറയുക, ഗിൽറ്റ് മറ്റേ സംഭവം ഉണ്ടല്ലോ, ഒരു കഴുകുമ്പോൾ പോയൊരു ബ്ലാക്ക് കളറാവില്ലേ, അതാണിത്. ബാക്കിൽ അത്ര ഇറക്കൊന്നുമില്ല, കംഫർട്ടബിൾ ആണ്. ഡ്രസ്സ് ഡാൻസ് കളിക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടേ. കൈയൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോഴും നമുക്ക് നല്ല രീതിയിലൊക്കെ ഇങ്ങനെ പൊന്തിയൊക്കെ വരുന്നൊക്കെ ഉണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് അതാണ് ഏറ്റവും അധികം നമ്മളിങ്ങനെ നോക്കുക, ഇങ്ങനെ കംഫർട്ടബിൾ ആണോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരെണ്ണം. ഇത് കുഴപ്പമില്ല കേട്ടോ, അതായത് പക്ഷെ മറ്റേനേക്കാളും കുറച്ച് ഇറക്കം കൂടുതലുണ്ട് ബാക്കിലത്തെ കഴുത്തിന്. ഫ്രണ്ടൊക്കെ അടിപൊളിയാണ്, നല്ല സ്ട്രെച്ചബിളാണ്. വേണ്ട കുഴപ്പമില്ല. നമുക്ക് ഇന്ന് ഇതെടുത്തിട്ട് സാരി കൊടുത്താലോ. നമ്മളിങ്ങനെ കുലസ്ത്രീകളായിട്ട് ജീവിതം മുന്നോട്ട് പോവുക എന്നുള്ള കുറച്ച് കമൻറ്റുകളും അതുപോലെ തന്നെ വീഡിയോസുകളൊക്കെ ഈ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ പേരൊക്കെ ഇങ്ങനെ കുത്തി കയറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ എന്തിനോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കൂ എന്നുള്ള രീതിയിലൊക്കെ എൻ്റെ സഹോദരിമാരെ കുറിച്ചും എൻ്റെ കൂടെയുള്ള കുട്ടികളെക്കുറിച്ചും ഒക്കെ കുറേ പേര് പറയണ്ടായിട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ഒരു പേജിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഓർണമെൻറ്റ്സ് ഒക്കെ അയച്ചു തന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ സ്റ്റോറി ആയിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞു തന്നെ, ഇങ്ങനെ കുലസ്ത്രീകളായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ടൊന്നും ഒരിക്കലും അല്ല കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരാണ് നമുക്ക് വേണ്ടി ജീവിക്കണമെന്ന് പലപ്പോഴും തോന്നുന്ന കാരണം കൊണ്ടാണ് ചില സമയങ്ങളിലെങ്കിലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത്. ജീവിതത്തിൽ എപ്പോഴും നമ്മൾക്ക് കിട്ടുന്ന റെസ്പെക്റ്റാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രമാണ് കാണുന്നത്, ഇതിൻ്റെ പിന്നിലുള്ള സ്ട്രഗ്ലിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണാറില്ല. അത് വിചാരിച്ചിട്ട് ഞങ്ങളുടെ ജീവിതം ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഭയങ്കര അട്ടർ ഫ്ലോപ്പ് ആണെന്നൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ ഒരുപാടൊന്നും ആഗ്രഹിക്കണില്ല. നമ്മൾ ഭൂമിയിൽ കുറച്ച് നാൾ ജീവിക്കണുള്ളൂ, മണ്ണോട് അടിയാനുള്ളവരാണ്. ആ ഇരിക്കുന്ന കാലഘട്ടം അത്രയും സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അത്രയും ഇതിന്റെ പിന്നെയുള്ള ലോജിക്കുള്ളൂ. പഴച്ചക്കയാണോ വയ്ക്കുക? വരിക്കച്ചക്കയുടെ ചുള്ള കണക്കെ തൊടുത്തൊരു കല്യാണി. ഭാഗ്യനും ഇളയമ്മയും എൻ്റെ കുടുംബവും ഒക്കെയുള്ളതൊക്കെ തന്നെയാണ് എൻ്റെ ലോകം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം പറയേണ്ട ആവശ്യമുണ്ടോടാ? നമുക്ക് നമ്മുടേത് കാര്യം നോക്കി മുന്നോട്ട് പോയാൽ പോരെ. ബി ഹാപ്പി ഓൾവേസ്. നാടൻ വേഷം, റൈബാൻ ഗ്ലാസും, ബാഗും ജീൻസും കോട്ടുമണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാൻ പൂജാഭട്ടും അങ്ങനൊരു പാട്ടില്ലേ? 100cc ബൈക്കും അതിലൊരു പൂജാഭട്ടും വേണം. കൊത്തുകളിന്ന് വേണ്ട കൊട്ടാരങ്ങൾ വേണ്ട. പോവാ. എന്നെയാണോ ഉദ്ദേശിച്ചത്? ഞാൻ വേറെ ആരും ഉദ്ദേശിക്കാനാ. ഭാഗ്യം കോളേജിൽ കൊണ്ടുവിടുന്ന ദിവസങ്ങളിൽ ബാബുവേട്ടൻ്റെ കടയിൽ നിന്ന് എനിക്കൊരു കാപ്പി മേടിച്ചു തരും കേട്ടോ. പിന്നെ എന്തെങ്കിലും എണ്ണക്കടി ഇല്ലാത്ത ദിവസം മുട്ട പുഴുങ്ങിയതാണ് പൊതുവെ കഴിക്കുക. ഇന്ന് കാപ്പി മാത്രമേ ഉള്ളൂ. പറഞ്ഞ ബാബുവേട്ടാ. ഏറ്റവും വലിയ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സമയമായിരുന്നു ഡാൻസ് ക്ലാസ്സിൽ പോവാതിന് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുക എന്നുള്ളത്. പിന്നെ ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞു, ഈ മറ്റുള്ളവരൊപ്പമുള്ള ഓട്ടം നിർത്തിയിട്ടേ ആ പെർട്ടിക്കുലർ മൊമെന്റ് ആസ്വദിക്കുക എന്നുള്ളത്. ഇപ്പൊ ഡാൻസ് ക്ലാസ്സിൽ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു വല്ലാത്ത എനർജിയാണ് കേട്ടോ. ഞാൻ അതങ്ങടായിട്ട് ജെല്ലായി. വരുന്ന വഴിക്ക് പതുക്കെ കടയിലൊക്കെ കയറി അമ്മ ഉണ്ടാക്കിയ ഫുഡൊക്കെ നന്നായിട്ട് രുചിച്ചു നോക്കി വയറ് നിറച്ചടിച്ച് നമ്മൾ വാസന്തീച്ചിനെ ട്രോളി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വാസന്തീച്ചി എന്ന് പറയുന്നത് നമ്മുടെ കടയിൽ ഏറ്റവും പ്രായം കൂടിയ ഒരു ചേച്ചിയാണ്. ഞാൻ പറയാറില്ലേ എനിക്ക് ചുറ്റും കുറേ ഇൻസ്പിറേഷൻസുകൾ ഉണ്ടെന്ന്. വേറെ എന്തും പറയാറില്ല. നന്ദി നമസ്കാരം പറഞ്ഞതില്. അങ്ങനെ നമ്മുടെ പൂരമൊക്കെ കഴിഞ്ഞു. പൂരം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ശിവരാത്രിയാണ് കേട്ടോ. അപ്പൊ ശിവരാത്രിക്ക് ഇത്ര നേരം നമ്മൾ ഇവിടുത്തെ പണികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ചു നേരം അമ്മായിയുടെ മാമൻ്റെ ഒപ്പം കൂടെ ചെലവഴിച്ചു. ഇപ്പൊ മാമനും അമ്മായി തൃശ്ശൂർക്ക് പോവാ. നമ്മള് ചേച്ചിയുടെ അടുത്തേക്ക് പോവാ. ചേച്ചിയുടെ അടുത്ത് ശിവരാത്രി ആനക്കല്ലില് ശിവരാത്രി ആഘോഷം ഉണ്ട് കേട്ടോ.
ആക്ച്വലി എൻ്റെ അന്നത്തെ ദിവസം അവിടെ തീരുകയാണ് ഉണ്ടായത്. തിരിച്ചു വീട്ടിലേക്ക് വന്നപ്പോൾ ശ്രീകുട്ടൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിട്ട് പോയടാ. അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞ മാസം നമ്മൾ പോയിട്ട് ചേച്ചിയുടെ അവിടുത്തെ ആനക്കല്ല് അമ്പലത്തിലത്തെ ശിവരാത്രി കൂടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒല്ലൂരത്തെ കാഴ്ചകളാണ്. ഒല്ലൂര് ചേച്ചി ഏട്ടനും ഒക്കെയുള്ള സ്വർഗ്ഗം ഉണ്ടല്ലോ നമ്മുടെ നന്മ വീട്, അവിടുത്തെ കാഴ്ചകൾ. ചേച്ചിമാനെ എല്ലാവരും അന്വേഷിച്ചു. സുജമോള് വന്നില്ലേ എന്നല്ല പണിയാ. നിങ്ങൾ പറഞ്ഞു വിളിച്ചിട്ട് വരാണ് ജഗടേന്ന്. എനിക്ക് ഡാൻസ് ക്ലാസ്സിൽ പോകേണ്ട ദിവസങ്ങളിൽ ശ്രീകുട്ടനെ എവിടെയാക്കും എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഞാൻ ചേച്ചിയുടെ അടുത്ത് ആക്കാറാണ് പതിവ്, അല്ലെങ്കിൽ നമ്മുടെ കടയിൽ നിർത്തും കേട്ടോ. ഇന്നിപ്പോൾ നമ്മളെല്ലാവരും കൂടി നമ്മുടെ അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ് പൂരം കാണാൻ വേണ്ടിയിട്ട്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയം തൊട്ടേ ചേച്ചീനേക്കാളും അടുപ്പം എനിക്ക് ഏട്ടനായിട്ടാണ് ഉണ്ടായിരുന്നത്. അത് കാരണം കൊണ്ട് ഏട്ടൻ എനിക്ക് വീട്ടിൽ വരുന്നതായിരുന്നു സന്തോഷം കേട്ടോ. ഞാനപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് മാറിയുന്ന ഭയങ്കര അൺകംഫർട്ടബിൾ ഫീലിങ്സ് ആയിരുന്നു. അത് കാരണം ഈ ഉത്സവങ്ങൾക്കൊന്നും ഞാൻ പങ്കെടുക്കുകയൊന്നും ചെയ്യില്ല. പിന്നെ ഡാൻസ് ക്ലാസ്സും പഠിത്തമൊക്കെ ആയിട്ട് നല്ല ബിസിയായി. പിന്നെ നമ്മൾ പൂനെ പോയില്ലേ. ഞാൻ ഇപ്പോഴാണ് ഇവിടുത്തെ പൂരം ആദ്യമായിട്ട് കാണുന്നത്. ഒത്തിരി ആൾക്കാർ ഇവിടെ ശയന പ്രദക്ഷിണം ചെയ്യത്രേ. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോവാൻ നിൽക്കുന്നത് കേട്ടോ. ഇത് ആനക്കൽ അമ്പലമാണ്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടാലോ. നമ്മൾ തൃശ്ശൂരുള്ളവരെ ഏറ്റവും അധികം ആഘോഷിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഉത്സവങ്ങളൊക്കെയാണ്. നമുക്ക് ഉത്സവങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തുള്ള ഉത്സവങ്ങൾ കാണാൻ ചെണ്ടപ്പുറത്ത് കോലും ഒരുക്കുമ്പോൾ എത്തുന്നവരാണ് തൃശ്ശൂർക്കാരെന്നുള്ളത് പണ്ട് തൊട്ടേ എല്ലാവരും പറയുന്ന ഒരു ചൊല്ലാണ്. അങ്ങനെയൊന്നുമില്ല, ഇപ്പോൾ പണ്ടത്തെ ആൾക്കാർ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പണ്ടൊക്കെ തലേദിവസം തന്നെ പൂരപ്പറമ്പിൽ ഇടം പിടിക്കുകയായിരുന്നു. ഈ കഥകളും അതുപോലെ തന്നെ ഈ നാടകങ്ങളും ഓട്ടംതുള്ളലുകളും ഒക്കെ ആയിട്ട് ഭയങ്കര സജീവമായിരുന്നു പൂരപ്പറമ്പിൽ. ഗർഭകാലത്തെ ക്ഷീണം അകറ്റാനും ജ്യൂസ് ഉത്തമമാണ്. പ്രമേഹ രോഗികൾക്ക് പറ്റിയൊരു മധുരം കൂടിയാണ്. ഇപ്പൊ നമ്മൾ പൂരപ്പറമ്പേക്ക് പോകുന്നത് ഈ വക കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഭക്ഷണം കഴിക്കുക, വായ നോക്കുക. കുറെ ആൾക്കാരൊക്കെ നല്ല ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങി വരും, അതൊക്കെ കാണുക. നമ്മൾ നല്ല അണിഞ്ഞൊരുങ്ങിയൊക്കെ പോവുക. നമ്മുടെ കൊല്ലം കണ്ടിട്ട് ഞെട്ടണ്ട. ആക്ച്വലി നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഇവിടുത്തെ പൂരമൊക്കെ കഴിഞ്ഞാൽ ആകെ അവശ്യ നിലയിലായിട്ടാണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. സാധാരണ എല്ലായിടത്തും 30 രൂപയ്ക്ക് കരിമീൻ ജ്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ പൂരപ്പറമ്പിൽ അതിന് 50 രൂപയായിരിക്കും. എന്നാലും നമ്മളത് മേടിച്ച് കഴിക്കും, എന്നാലും നമ്മളത് മേടിച്ച് തിന്നും ഈ വക സംഭവങ്ങളൊക്കെ. അപ്പോൾ എന്നാലും അതൊരു പ്രത്യേക എന്നാലും കുറേ വട്ടമായി പറയുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക വൈബാണ് അല്ലേ. ഈ പൂരപ്പറമ്പിൽ നിന്നുള്ള സംഭവങ്ങളൊക്കെ മേടിക്കുക, കുറച്ച് ക്യൂടെക്സ് മേടിക്കുക. ക്യൂടെക്സ് മീൻസ് നമ്മുടെ നെയിൽ പോളിഷൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മേടിക്കുക. കുപ്പിവളകൾ മേടിക്കുക. പിന്നെ അവിടെ കാണുന്ന അൽത്തുകൂലത്തെ സംഭവങ്ങളൊക്കെ മേടിക്കുക. ബബിൾസ് മേടിക്കുക, ബലൂൺ മേടിക്കുക. അങ്ങനെ കുറച്ച് നേരം ഉത്സവമൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് അൽത്തുകൂലത്തെ സംഭവങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് നമ്മുടെ ചേട്ടച്ചൻ ഈ പൊട്ടിയെറിയുന്ന പടക്കണ്ടല്ലോടാ, അത് മേടിച്ചു വെച്ച് നോക്കണ്. 20 രൂപയാണ് ഇതിന് നമുക്ക് പൂരപ്പറമ്പിൽ അത്ര. ഇപ്പൊ ശ്രീകുട്ടൻ്റെ അച്ഛനത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഏട്ടായി വലിയൊരു പെട്ടി മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചോറിനായിരുന്നു വൈകുന്നേരം ചോറിനായിരുന്നു ഇവിടുന്ന് പോവാമെന്നാണ് കടയിൽ പോവാം വെല്ലൂർക്ക് പോവാന്നൊക്കെ ആയിരുന്നു പ്ലാൻ. പിന്നെ പനിക്ക് വെച്ച് പനിയും പറഞ്ഞു. പനി ഒരിക്കലും എടുത്തിട്ടുണ്ടേ അച്ഛൻ അവിടെ വെല്ലിടാൻ അച്ഛനൊക്കെ വെല്ലിടാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ ചെമ്പുച്ചിറ അമ്പലത്തില് പോയിട്ട് 12 മണിയാകുമ്പോൾ അവിടെ വെല്ലിട്ട് തുടങ്ങുന്നത്. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് വെല്ലൂർക്ക് പോകാൻ തുടങ്ങും. 11:30 ആകുമ്പോഴാണ് ഇവിടെ നടന്നുകൊണ്ടാ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാവരും ചപ്പാത്തിയൊക്കെ കഴിക്കുന്നു, കൂട്ടാനൊക്കെ കഴിക്കുന്നു പറയാറുണ്ട്. അപ്പൊ നമുക്ക് ഞങ്ങളാരംഭം കാണാം. സമയം ഒരു 10:30ആയി. അപ്പൊ നമ്മള് എവിടെ മടപ്പള്ളിക്കാവാ എവിടേക്കാണ് ഒക്കെ പോവാതെ മറ്റേ താഴത്തെറിഞ്ഞ പൊട്ടണ പടക്കമൊക്കെ ആയിട്ട് കുഞ്ഞ വരുന്നുണ്ട്.
നമുക്കിന്ന് എല്ലാവർക്കും ഒരിക്കലൊക്കെ ആയിരുന്നു. അത് കാരണം നോൺ വെജ് ഐറ്റംസും കാര്യങ്ങളൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മളിന്ന് വൈകുന്നേരം ബലിയിടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഭാഗ്യം എല്ലാ കൊല്ലവും മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് ശിവരാത്രി ബലി എന്ന് പറയുന്നത്. ബാക്കിയുള്ള ബലികളൊന്നും നമ്മൾ അങ്ങനെ ഇടാറില്ല. അച്ഛനും അമ്മയ്ക്കും ഒക്കെ വേണ്ടി ആ ഒരു സമയം സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ മുപ്പിളിയം അവിടെയുള്ള ഒരു അമ്പലത്തിലേക്കാണ്. മന്ദാരക്കടവ് നമ്മുടെ ആറാട്ടുപുഴ അമ്പലത്തിലേക്കാണ് പോകാറുള്ളത്. ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് ഇവിടേക്കാണ് കേട്ടോ. ഇവിടെ പിന്നെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങാണ്. എല്ലാവരും വീട്ടിലുള്ളപ്പോൾ യാത്ര പറയാൻ നമുക്ക് കുറച്ച് മടിയാണല്ലേ. എനിക്ക് ആ മടി നന്നായിട്ടുണ്ട് കേട്ടോ. എന്നാലും നമ്മൾക്ക് നാളെ സ്കൂളിൽ പോകണം. ശ്രീകുട്ടന് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് മുപ്പിളിയത്തുള്ള അമ്പലത്തിലേക്കാണ് കേട്ടോ. പന്ത്രണ്ട് മണിക്ക് ബലിയിടൽ ആരംഭിക്കുകയായിരുന്നു. അപ്പോൾ അതിനുള്ള ക്യൂവിൽ നിൽക്കുന്ന വിശ്വാസികളെയാണ് ഈ കാണുന്നത് കേട്ടോ. എല്ലാവർക്കും ആരെങ്കിലും ഒക്കെ നഷ്ടപ്പെട്ടവരായിരിക്കും അല്ലേ, വളരെ പ്രിയപ്പെട്ടവരെ. അതല്ല ആ ഒരു ദിവസം അവർക്ക് വേണ്ടി ഇങ്ങനെ ഓർത്ത് വരുന്നത്. അത് വല്ലാത്തൊരു സങ്കടമുള്ള കാര്യം. വസ്ത്രം നമഃ, ഉപവസ്ത്രം നമഃ, ഉപവീതം നമഃ, ഉത്തരീയം നമഃ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബലിതർപ്പണമൊക്കെ കഴിഞ്ഞ് ഭക്ഷണവും അതുപോലെ തന്നെ ചുക്ക് കാപ്പിയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാ കൊല്ലവും നമ്മൾ ഈ ഒരു സമയം ആലുവയിലേക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഇവിടെ നിന്ന്. പക്ഷേ ആലുവ മണപ്പുറത്തേക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. നമ്മളങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും അമ്പലങ്ങളിലേക്കാണ് പണ്ട് ഭാഗ്യം പോയിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ ഇപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും അമ്പലങ്ങളിലൊക്കെയാണ് ബലിതർപ്പണം ചെയ്യാറുള്ളത്. കപ്പ പുഴുങ്ങിയത്, നമ്മുടെ നാട്ടിൽ തന്നെ കൊള്ളി എന്ന് പറയും, നല്ല ചുക്ക് കാപ്പിയാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് ശ്രീകുട്ടനും ഞാനും ഏട്ടനും കൂടി തിരിച്ച് മടങ്ങുകയാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ കാഴ്ചകൾ. എക്സാം ആയ കാരണം കൊണ്ട് ഞാൻ കുറച്ച് ബിസിയിലാണ്. ഇനി റെഗുലറായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ. നിങ്ങൾ ഒരുപാട് പേര് പേഴ്സണലായിട്ടും എനിക്ക് ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ടെങ്കിലും ലോങ് വീഡിയോ പോരട്ടെ ശ്രീ എന്നുള്ള അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ പെട്ടെന്ന് കാണാം. സ്നേഹപൂർവ്വം ശ്രീജ.